രജനികാന്ത്. ജഫ്രിത്ത കഥകളുടെ അനുഗ്രഹം എന്താ? വിനയ് ഫോർട്ട്. അല്ല മച്ചാൻ, അത് വേറൊരു പരിപാടിയാണ്. നമ്മള് മൂവീസില് നമ്മുടെ മുഖത്ത് കുറച്ച് എക്സ്പ്രഷൻസ് വരണം. ഞാൻ ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാണല്ലോ. അപ്പൊ ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞ കണ്ടാ ആ ഒരു ഭാവം വരണം. ഓ സത്യാവി, എടാ സത്യാവി, ഇത് ഞാൻ തീർത്തു തരാം, ഇപ്പൊ തന്നെ തീർത്തു തരാം. പപ്പുചേട്ടൻ. എന്താണ് ഇത്? ടാസ്ക് വിളിക്കണോ? ടാസ്കി. കണ്ട ഉണ്ണി, അവൻ 15 മൂങ്ങനുമാണ്. തീ ഓഫി അതിന്റെ വെട്ടത്തിൽ എന്റെ താടി കരിഞ്ഞു പോകും. കൊച്ചിനീസ. കേട്ടോ പിള്ളച്ച, നീലനിറത്തിൽ ഒരടം. നീലനിറത്തിലങ്ങനെ അധികം കാടില്ല. നമുക്ക് എല്ലാവരും തിരിച്ചിർത്തൽ പരേഡ് നമുക്ക് നടത്തണം. ആരാ? ലാലു അലക്സ്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, നീ കേട്ടില്ല. ഇനി നീ എന്റെ കുടുംബത്തോടെ കളിക്കാൻ വന്ന വെട്ടിയെറിഞ്ഞ് തള്ളും നിന്നെ ഞാൻ, പറഞ്ഞേക്കാം. അർജുൻ ദാസ്. இந்த பேப்பர்ல 5 போலீஸ்கார பேர் இருக்கு. இவ தலையை கொண்டு வரதுக்கு லைஃப் டைம் செட்டில்மெண்ட்ரா. நீதான் அந்த போலீஸ்கார. പ്രകാശ് രാജ്. நான் தூக்க மாட்டேன். தூக்காதே கண்ணா, தூக்கடா. ധനലക്ഷ്മിയെ ഇതയോടാ, യസാമിയടാ, ഐ ലവ് യു. ദുൽഖർ. നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിലും പണ്ട് പാർത്തിരുന്ന ഒരു പാവം ചിഹ്ന, അതൊന്നും എന്റെ അല്ല. വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കളയാം. അടിപൊളി. പൃഥ്വിരാജ്. ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാറേ ഇത്. ആസിഫ് അലി. ഓ ബായ്, ഞാനിങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ബായ്, എന്റെ കൂടെ ഒന്ന് വന്നാ മതി, നമുക്ക് അടിച്ചു പൊളിക്ക. ജാഫർ ഇടുക്കി. എവിടെ ഒരു പോലീസുകാരും വരെയല്ല. മോളെ ഇങ്ങോട്ട് വന്നേ, കാര്യം അറിയാം. അത് അങ്ങനെ ഒരു വർത്താനം പോലെയാ. സജിൻ ഗോപു. അതായത് അണ്ണനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അണ്ണൻ പണ്ട് ജ്യൂസ് കടയില് ജ്യൂസ് ഇങ്ങനെ അടിച്ചടിച്ച് വലിയ ആളായതാണ്. അടച്ചിരിപ്പിക്കല്ലേ, ചോരറിക്കും. നമ്മുടെ ലാലേട്ടൻ. വേലായുധനെ നേരെ നിന്ന് തല്ലാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിയടാ. സെറ്റ്. അടിപൊളി.